പൊട്ടും പൊട്ടത്തനും. അനുഗ്രഹിക്കുന്ന സ്വാമി, സ്വാമി അങ്ങയുടെ ഈ ദിവ്യ കാൽസ്പർശം എൻ്റെ ഗൃഹത്തിനേറ്റപ്പോ ഗൃഹം മാത്രമല്ല ഈ നാട് തന്നെ ഭക്തി സാന്ദ്രമായിരിക്കുകയാണ്. അങ്ങയുടെ പേരും പ്രസിദ്ധിയും കാരണം എന്തോരം ഭക്തജനങ്ങളാണ് അങ്ങയെ മുഖം കളിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. സ്വാമി ഇനി ഇവിടെ വലിയ തിരക്കായി മാറും. അപ്പോൾ ഈ തിരക്കാവുന്നതിന് മുന്നേ എൻ്റെ ഒരു സുഹൃത്തുണ്ട് കോമുക്ക അങ്ങയെ ഒന്ന് വിളിച്ച് പരിചയപ്പെടുത്തണം. അതിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഞാൻ ഒന്ന് വിളിച്ചോട്ടെ സ്വാമി. ഹലോ ഹലോ കോമുക്ക, നിങ്ങളൊന്ന് പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് വാ. ഇവിടെ ഒരു ദിവ്യൻ എത്തിയിരിക്കുകയാണ്. വന്ന് കാണുകയാണ്. ഇപ്പം വന്ന് കണ്ടോ, പിന്നെ കാണാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര തിരക്കായിരിക്കും. പെട്ടെന്ന് വാ. അത്രയും നല്ലൊരാളാണ്. പെട്ടെന്ന് കയറി വാ. എന്ത് പൊട്ടത്തരം നിങ്ങൾ കാണിക്കുന്നത്? ഇത് ആരാണെന്ന് നിങ്ങൾ അറിയില്ല. ഇത് ദിവ്യനാണ്. 25 വർഷമായിട്ട് മൗനവ്രതം അനുഷ്ഠിക്കുന്ന ഒരു ദിവ്യജ്ഞാനിയാണിത്. അയ്യോ പാവലെ സൂക്കടാ. മൗനവ്രതം എന്ന് പറഞ്ഞാൽ സംസാരിക്കാതിരിക്കുന്ന വ്രതമാണ്. അല്ല അത് അങ്ങനെ സംസാരിക്കാത്ത വല്ല രോഗം ഉണ്ടെങ്കിലേ പിന്നെ കൊണ്ടോട്ടിലൊരു മൊയ്തി വൈദ്യരുണ്ട്. എൻ്റെ ഭാര്യതേമാതിരി ഞാൻ എന്താ പ്രശ്നം 2 ദിവസം സംസാരിക്കില്ല. അപ്പോൾ ഒരു വെള്ളപ്പൊടി എടുത്തിട്ട് വെള്ളത്തിലാക്കിയിട്ട് ചാലിച്ചു കൊടുക്കും. പിന്നെ 24 മണിക്കൂർ വർത്താന ഭാര്യ. എന്ത് പൊട്ടത്തര കോമുക്ക പറയണത്? നിങ്ങൾ ഭാര്യയ്ക്ക് അത് സൂക്കേടാണ്. ഇത് സൂക്കേടല്ല, മൗനവ്രതം. ദിവ്യജ്ഞാനികൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു തപസ്സാണത്. അത്രയും വലിയ തപസ് അനുഷ്ഠിക്കുകയാണ്. ഈ 25-ാം തീയതി ഈ തപസ് അവസാനിക്കുക. 3 ദിവസം കൂടി ഉള്ളൂ. നിങ്ങൾ എമ്മാരി ചെക്കന്മാര് പറഞ്ഞു കോമുക്ക ഒടുക്കത്തെ വിടല. ആ പിള്ളേർക്ക് ഇപ്പുള്ള ചെക്കന്മാരില്ലേ, ഞാൻ വിടലല്ല. ഞാനാണ് ആദ്യമായിട്ട് പയ്യാനൊക്കെ ഗൾഫിൽ പോയത്. തന്നെ ഞാനാണ് ആദ്യമായിട്ട് പയ്യാനക്ക് ഗൾഫിൽ പോയത്. അന്നൊക്കെ തരാല് പിന്നെ ഒരു 1000 ഉണ്ട്. ഞാനും വരാ വന്നാ പണ്ടാറൊക്കെ ഇജ്ജ് പോരുമായിരുന്നു. അന്ന് കരിപ്പൂര് വേണ്ടല്ല. ഇല്ല നെടുമ്പാശ്ശേരിയും ഇല്ല. അന്നുള്ളത് തിരുവനന്തപുരം വേണ്ടോളൂ മാത്രം. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാജിക്ക് എന്നെ കൊണ്ടുപോയി. രാജിക്ക് നേരെ പിന്നെ വേണ്ടോളിന്റെ ഉള്ളിലേക്കായിട്ട് കയറിപ്പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വിചാരിച്ചു. മൂപ്പര് പിന്നാലെ ഓടിപ്പോയപ്പോ മൂപ്പര് നാട്ടിൽ കയറി. നേരിട്ടാണ്ട് കയറാൻ പറ്റുമോ? ഇന്നത്തെ മറ്റേ ടിക്കറ്റ് ബില്ലൊന്നുമില്ല. അന്നൊക്കെ പറഞ്ഞാല് പിന്നെ പോലീസുകാരൊക്കെ തെങ്ങിന്റെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ നോക്ക്. ഇന്നത്തെ മാതിരി തീവ്രവാദികളില്ലല്ലോ. അപ്പൊ നോക്കുമ്പോണ്ട് രാവിലെ വിമാനത്തില് അപ്പൊ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഇങ്ങനെ വിമാനത്തിൽ സീറ്റ് പുള്ളാട് ശബ്ദം കേൾക്കത്തില്ല. അപ്പൊ മനസ്സിലായി ആക്ച്വലി വെച്ചോ കോണിമല്ല് എടുത്തോളൂ പറഞ്ഞു. ഞാൻ കോണിമല്ല് എടുത്ത്. പിന്നെ ഈ കോണി വിമാനത്തിന്റെ കൂടെ പോകൂല അല്ലേ? എന്റെ മനുഷ്യൻ, കോണി വേറെ വിമാനം വേറെ. അതൊക്കെ അറിയില്ലേടാ. പിന്നെ കുറച്ച് ഞാൻ ഉറങ്ങി പോയപ്പോണ്ട് സെക്യൂരിറ്റിക്കാരനെ ഒന്തി കൊണ്ടുവന്ന് പുറത്തെത്തിച്ചു. പക്ഷെ ഞാൻ വിട്ടില്ല. പിന്നെ ഞാൻ വയ്യാരൊക്കെ സ്ഥിരമായിട്ട് ഗൾഫ് പോലെ വാശിക്ക് ഒരു മാസത്തിൽ 3 പ്രാവശ്യം അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും അങ്ങോട്ട് വരും. പിന്നെ ഏറ്റവും വലിയ പൈസക്കാരൻ പൊയ്യാരക്കല് ഞാനാ. ഞാൻ വയ്യാരക്കല് വന്നു കഴിഞ്ഞാല് ചെറിയ മക്കളൊക്കെ തന്നെ ഉണ്ടല്ലോ, മാങ്ങാൻ വരെ പൊലിക്കുക അതേമാതിരി പൊലിക്കും. ഇത് 32 സ്വർണ്ണല്ലേ? അല്ലടേ, ആ സ്വർണ്ണം ഏതൊക്കെ ഒരു പല്ല് ഇവിടെ 2 പവനല്ലേ? അതിന് അച്ഛനും അപ്പനും വാപ്പി മക്കളും പറയും ഒന്ന് കുലിക്കൊക്കെ 2 പവനല്ലേ? 32. ചെമ്പിന്റെ കളറാട്ടോ. അല്ല അതിപ്പോ തന്നെ അതിപ്പോ കംപ്ലീറ്റ് ചെയ്യാനേ അവന് സൊസൈറ്റി ഇവിടെ അവന് ബാങ്ക് ഒരു പ്രാവശ്യം ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോ ഗൾഫിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ഞാൻ ഫ്ലൈറ്റിലേ അത് ഇങ്ങനെ വരുമ്പോണ്ട് ഒരു കണക്ഷൻ ഫ്ലൈറ്റാ, ഫ്രാൻസിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റാ. അപ്പൊ സാഹിബിന്റെ അടുത്തിട്ട് നേരത്തെ അയാളെ ഇവിടുന്ന് പാരീസ് നിന്നിട്ടും തരിക. പാരീസ് കേറി യാളാച്ചാല് എനിക്കാച്ചാൽ തീരെ സമയമില്ല ആരോടും സംസാരിക്കാൻ. കാരണം ഒന്നും അത് മറ്റന്നാ പോട്ടെ. ഇയാളാച്ചാല് സംസാരിച്ച് എന്നെ വെറുപ്പിച്ചിട്ട്. ഇംഗ്ലീഷ് അറിയോ?
ആരെങ്കിലും ഇംഗ്ലീഷ് പറയുന്നവർക്ക് ഇങ്ങനെ തലാട്ടി കൊടുത്താൽ പോലെ അങ്ങനെ ഏകദേശം എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് കച്ചിലാവുന്ന കണ്ടപ്പോ കോഴിക്കോട് ഭർത്താക്കിണ്ടായിരുന്നു 250. അത് ഞാൻ പറഞ്ഞു നിങ്ങൾ ദേശോട്ട് തന്നോളൂ പറഞ്ഞു. അത് നേരെ ഷാക്കി ഒന്നായിട്ട് മുണിങ്ങിക്കായി ആക്രാന്തം. നോക്കുമ്പോ ഞാൻ പിന്നെ കുട്ടികളെ വിളിച്ചു. ആ കുട്ടികളെ വിളിച്ചു പറഞ്ഞു വെള്ളവിടെ നോക്കുമ്പോ ഇയാളുടെ ഇതുകൊണ്ട് അന്ന് വാട്ടർ ടാങ്ക് എടുക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മളെ ഗ്രിപ്പാണ് നേരെ ഞാൻ കോപ്പിറ്റിൽ പോയി. കോപ്പി വൈമാനികരിക്കുന്ന പൈലറ്റ് ഇരിക്കുന്ന സ്ഥലമുണ്ട് കോപ്പി. അവിടെ ചെന്നപ്പോ എന്നെ അറിയുന്ന കോപ്പീറ്റാ. റൊമേനിക്കാരൻ ബുബ്ലു എന്നെ കണ്ടപ്പോ ആരാ വന്ന് ആ പൈലറ്റിന്റെ സീറ്റിൽ നിന്ന് ഇടിച്ച് നിന്നോട് പറഞ്ഞു അയ്യോ സാറ് ലേശം മുട്ടോളിന്ന് ആരും പൊയ്യുമാനോ. ഞാൻ പറഞ്ഞു വിട്ട് മടുത്ത് അവിടെ ഇരി അതല്ല പ്രശ്നം ഇവിടെ വെള്ളമില്ല. അപ്പൊ പറഞ്ഞ ഓ എന്താ ചെയ്യേണ്ടത് സാറേ കോമിസറി എന്താ ചെയ്യേണ്ടത് ചോദിച്ചാ. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട തിരുവനന്തപുരത്ത് എത്താനായി ഈ ഒരു കാര്യം തെങ്ങടിപ്പിച്ച് വന്ന് ഫ്ലൈറ്റ് കൂടി പറഞ്ഞു. തെങ്ങടിപ്പിച്ച് നേരെ ഓരോ കൂടി ചാരി ഫ്ലൈറ്റ് നേരെ ജനലോർക്കാർ 3 അലഞ്ഞു കൊണ്ട് വെച്ചു കടിച്ചാട് പൊട്ടിച്ചോട്ടെ. തൊള്ളരെ കട വെച്ചോളൂ എന്ത് തള്ളലാണോ തള്ളുന്നത്. എല്ലാം കൂടി 25 കൊല്ലം ചന്ദ്ര. ഓ ദൈവമേ 2 ദിവസം കൂടി ഉള്ളേരി അതും കൂടി കഴിഞ്ഞാൽ എന്റെ മൗനങ്ങളൊന്നും വിജയിക്കും. പൊട്ടൻ പൊട്ടത്തരി